കടന്നു പോകുന്നത് ഒരു മഹാകാലമാണ്. ആഗോള കത്തോലിക്ക സഭയെ പുത്തൻ കാലത്തിലേക്ക് പരിവർത്തനപ്പെടുത്തി കൈപിടിച്ചു നടത്താൻ പരിശ്രമിച്ച ഒരു ധന്യമായ കാലം. പോപ്പ് ഫ്രാൻസിസ് നമ്മുടെ കാലത്തെ ഒരു മഹാമേരുവായിരുന്നു. ഗതികേടുകൾ ആസുര താണ്ഡവമാടുന്ന ഈ കാലത്തിൻ്റെ സാന്ദ്രമായ നന്മ, അനന്യമായ നേർമ, പ്രത്യാശയുടെ അടയാള നക്ഷത്രം. ഫ്രാൻസിസ് പാപ്പയുടെ ലോകം സഭയുടെ സാമ്പ്രദായിക അതിരുകൾക്കപ്പുറമായിരുന്നു. ലോകം അദ്ദേഹത്തെ കേൾക്കാൻ കാത്തിരുന്നു. അശരണരെ, ആക്രമിക്കപ്പെടുന്നവരെ, ചിതറിപ്പോയവരെ പാപ്പ മതാതീതമായി ചേർത്ത് നിർത്തി. ആ മധുരമായ ചിരി ലോകത്തിൻ്റെ മുറിവുകളിൽ ലേപനമായി. എല്ലാവരെയും സ്നേഹിച്ച, ഈ ലോകത്തെല്ലാവരും പരസ്പരം സ്നേഹിക്കണമെന്ന് ദൈവനാമത്തിൽ ആഗ്രഹിച്ച, ആഗ്രഹത്തിനപ്പുറം വിശ്വസാഹോദര്യത്തിനായി തനിക്കാവതെല്ലാം ചെയ്ത പാപ്പ നിത്യതയിൽ അനശ്വരനാകുന്നു. ഇന്നലെ ഈസ്റ്റർ ദിനത്തിലെ അവസാന സന്ദേശത്തിലും ഫ്രാൻസിസ് പാപ്പ പറഞ്ഞത് ഗാസയിലെ രക്തച്ചൊരിച്ചിൽ അവസാനിപ്പിക്കണമെന്നാണ്. ആ മഹാജീവിതത്തെപ്പറ്റി ഏറ്റവും ഹ്രസ്വമായ ഒരു അനുസ്മരണം RDX റാപ്പ് 59 സെക്കൻഡിൽ. ബ്രോങ്കൈറ്റിസ് ബാധയെ തുടർന്ന് വിശ്രമത്തിലായിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്ന് പ്രാദേശിക സമയം രാവിലെ 7:35 കാലം ചെയ്തത്. 2013 അർജന്റീനയിലെ ബ്യൂണസ് ഐറിസ് ആർച്ച് ബിഷപ്പായിരുന്ന കർദിനാൾ ജോർജ് മാരിയോ ബർഗോളിയോ മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ടത്. കത്തോലിക്ക സഭയുടെ 266ാമത്തെ മാർപ്പാപ്പയും ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിച്ച ആദ്യ മാർപ്പാപ്പയുമാണ് അദ്ദേഹം. സഭയ്ക്കുള്ളിലും പുറത്തും നവീകരണത്തിന്റെ വക്താവായിരുന്നു ഫ്രാൻസിസ് പാപ്പ. അഭയാർത്ഥി പ്രശ്നം മുതൽ ആഗോളതാപനം വരെയുള്ള വിഷയങ്ങളിൽ അദ്ദേഹത്തിന്റെ നിലപാടുകൾക്ക് ലോകം കാതോർത്തിരുന്നു. ബാലപീഡനം, ലൈംഗിക കുറ്റകൃത്യങ്ങൾ എന്നിവയിൽ ഉൾപ്പെട്ട വൈദികർക്കും മെത്രാൻമാർക്കുമെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചത് അദ്ദേഹത്തിന്റെ കാലത്താണ്. സഭാഭരണത്തിൽ വനിതകൾക്ക് പ്രാതിനിധ്യം നൽകുന്നതിലും ഭിന്ന ലൈംഗിക വിഭാഗങ്ങളുടെ അവകാശങ്ങൾ അംഗീകരിക്കുന്നതിനും മാർപ്പാപ്പ നിലപാടെടുത്തു. മാർപ്പാപ്പയായി തെരഞ്ഞെടുത്തപ്പോഴും ലളിത ജീവിതം പിന്തുടർന്ന അദ്ദേഹം വത്തിക്കാൻ പാലസ് ഉപേക്ഷിച്ച് ചെറിയൊരു അപ്പാർട്ട്മെന്റിലായിരുന്നു താമസം. മരണാനന്തര ചടങ്ങുകൾക്കും ലളിതമായ ക്രമീകരണങ്ങളാണ് മാർപ്പാപ്പ നിർദ്ദേശിച്ചിട്ടുള്ളത്. RDX റാപ്പ് ന്യൂസ് മലയാളം. വളരെ വളരെ വ്യത്യസ്തനായ മാർപ്പാപ്പയായിരുന്നു, വേറിട്ട പാപ്പയായിരുന്നു നമ്മുടെ മാർപ്പാപ്പ. അദ്ദേഹം വിടവാങ്ങുമ്പോൾ 1272 വർഷത്തിന് ശേഷം ആദ്യമായി യൂറോപ്പിന് പുറത്തു നിന്നുള്ളൊരു മാർപ്പാപ്പ എന്നതടക്കം അനേകം വ്യത്യസ്തകളാണ് അദ്ദേഹത്തിനുള്ളത്. ജസ്യൂട്ട് വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ മാർപ്പാപ്പയായിരുന്നു ഫ്രാൻസിസ് പാപ്പ. ആഗോള കത്തോലിക്ക സഭയുടെ 266ാമത് മാർപ്പാപ്പ എന്നതാണ് അദ്ദേഹത്തിൻ്റെ പദവി എന്നതായിരുന്നു. ഇറ്റലിയിൽ നിന്നുള്ള കുടിയേറ്റക്കാരുടെ മകനായി അർജന്റീനയിൽ 1936 ഡിസംബർ 17 ഫ്രാൻസിസ് മാർപ്പാപ്പ ജനിച്ചു. ഗുരുതരമായ ന്യൂമോണിയ ബാധിച്ച് ശ്വാസകോശം പകുതി മുറിച്ചു മാറ്റിയ ശേഷം സന്യാസ ലോകത്തേക്ക് അദ്ദേഹം വരികയായിരുന്നു. മുൻഗാമികളിൽ നിന്നും വ്യത്യസ്തമായി സെൻറ്റ് ഫ്രാൻസിസിൻ്റെ പേര് അദ്ദേഹം സ്വീകരിച്ചു. ഇതൊക്കെ അതിൻ്റെ വിശദാംശങ്ങളടക്കം ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. ആദ്യമായി G7 ഉച്ചകോടിയിൽ പങ്കെടുത്ത മാർപ്പാപ്പ എന്നതും അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തതകളൊന്നാണ്. ആദ്യമായി ഗൾഫ് രാജ്യങ്ങളിൽ സന്ദർശനം നടത്തിയ മാർപ്പാപ്പ എന്നത് ഈ കാലത്ത് അദ്ദേഹത്തെ വളരെ വ്യത്യസ്തനായ ഒരാളാക്കുന്നു. മുസ്ലിം ജൂത പുരോഹിതരുമായി അടുത്ത സൗഹൃദം സൂക്ഷിച്ച മാർപ്പാപ്പ എന്നത് ഈ കാലത്ത് മാനുഷികതയ്ക്ക് വലിയ മൂല്യങ്ങൾ നൽകുന്നതാണ്. 14 മുസ്ലിം അറബ് രാഷ്ട്രങ്ങൾ ഫ്രാൻസിസ് മാർപ്പാപ്പ സന്ദർശിച്ചു എന്നത് അദ്ദേഹത്തിൻ്റെ വലിയ തോതിൽ ആദരവോടെ നോക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു. മർദ്ദിതർക്കും പീഡിതർക്കും കറുത്ത വർഗ്ഗക്കാർക്കും സ്ത്രീകൾക്കും വേണ്ടി അദ്ദേഹം നിലകൊണ്ടു. കുട്ടികൾക്കും വൃദ്ധർക്കും വികലാംഗർക്കും ലൈംഗിക ന്യൂനപക്ഷങ്ങൾക്കും വേണ്ടി അദ്ദേഹം ഉറക്കെ തന്നെ സംസാരിച്ചു. വത്തിക്കാൻ പാലസ് വേണ്ടെന്ന് വെച്ച് ഒരു ചെറിയ അപ്പാർട്ട്മെൻറ്റിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ താമസിച്ചു. അഭയാർത്ഥി പ്രശ്നങ്ങൾ മുതൽ ആഗോള താപനം വരെ കാര്യങ്ങളിൽ നിലപാട് വളരെ വ്യക്തമായി ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു. ബിഷപ്പുമാരുടെ സിനഡ് യോഗത്തിൽ സ്ത്രീകൾക്കും മറ്റ് പ്രതിനിധികൾക്കും വോട്ടവകാശം അദ്ദേഹത്തിൻ്റെ കാലത്താണ് ഉണ്ടായത്. സ്വയം പ്രവർത്തിക്കുന്ന ആയുധങ്ങൾ നിരോധിക്കണമെന്ന് ലോകരാജ്യങ്ങളോട് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഉക്രൈനിലെ റഷ്യൻ അധിനിവേശത്തിനെതിരെ റഷ്യൻ എംബസിയിലെത്തി അദ്ദേഹം നേരിട്ട് ആശങ്ക അറിയിച്ചു. പ്രോട്ടോകോൾ മറികടന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ റഷ്യൻ എംബസിയിലെത്തിയത് എന്ന് നമ്മൾ ഓർക്കുകയാണ്. അഭയാർത്ഥികളായി കടൽ താണ്ടിയെത്തുന്നവർക്ക് യൂറോപ്പിൻ്റെ തീരങ്ങൾ തുറന്നു കൊടുക്കണം എന്ന അതിശക്തമായിട്ടുള്ള നിലപാട് അദ്ദേഹം വ്യക്തമാക്കി. നിലപാടുകളുടെ കൂടെ മാർപ്പാപ്പയായിരുന്നു അദ്ദേഹം. ഇക്കഴിഞ്ഞ പെസഹ വ്യാഴത്തിന് റോമിലെ റെജീന ചേലി ജയിലിൽ അദ്ദേഹം സന്ദർശനം നടത്തി. ചരിത്രമായിരുന്നു അത്. ബാലപീഡനം, ലൈംഗിക കുറ്റകൃത്യങ്ങൾ എന്നിവയിൽ ഉൾപ്പെട്ട വൈദികർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ നടപടിയെടുത്തു. അദ്ദേഹം 2016 പെസഹ വ്യാഴ ചടങ്ങിന് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ കാലുകൾ കഴുകി ചുംബിച്ചു. അതും ചരിത്രമായി മാറി. 2023 പെസഹ വ്യാഴത്തിന് 12 കുട്ടിത്തടവുകാരുടെ കാൽ കഴുകി അദ്ദേഹം വധശിക്ഷയെ പൂർണ്ണമായും എതിർത്തുകൊണ്ടുള്ള നിലപാട് എക്കാലവും അദ്ദേഹം സ്വീകരിച്ചു എന്നതും അദ്ദേഹത്തെ വളരെ സവിശേഷനായ വ്യക്തിയാക്കുന്നു, നേതാവാക്കുന്നു. സ്വർഗ്ഗാനുരാഗികളെ ദൈവത്തിൻ്റെ മക്കൾ എന്ന് വിശേഷിപ്പിച്ച മനുഷ്യസ്നേഹി. വളരെ വലിയ ആദരവാണ് അതുവഴി അദ്ദേഹം നേടിയത്. അവർക്ക് നിയമപരമായി ഒരുമിച്ച് കഴിയാൻ അവസരമൊരുക്കണം എന്ന് പോലും പറഞ്ഞു പാപ്പ. അത് വളരെ വിപ്ലവകരമായ നിലപാടായിരുന്നു. സഭയിലെ വിപ്ലവകാരിയായിരുന്നു അദ്ദേഹം. കത്തോലിക്ക സഭ LGBT വിഭാഗക്കാരടക്കം എല്ലാവർക്കും ഉള്ളതാണ് എന്ന് ആദ്യമായിട്ട് പറഞ്ഞ മാർപ്പാപ്പയാണ് അദ്ദേഹം. സ്വർഗ്ഗ ദമ്പതികളെ അനുഗ്രഹിക്കാം,
വിവാഹം നടത്തിക്കൊടുക്കാൻ പാടില്ല എന്ന നിലപാട് മാത്രമേ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അനുഗ്രഹിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു. സഭാ പരിഷ്കരണങ്ങളിൽ ക്ഷുഭിതരായ വലതുപക്ഷം വത്തിക്കാനിലെ കമ്മ്യൂണിസ്റ്റ് എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയെ വിശേഷിപ്പിച്ചു. അദ്ദേഹം അതിൽ കുലുങ്ങിയില്ല. ഞാൻ കമ്മ്യൂണിസ്റ്റ് അല്ല, പക്ഷേ അവർ ശരി പറഞ്ഞാൽ അത് ശരിയാണെന്ന് ഞാൻ പറയും എന്ന് പക്ഷേ അദ്ദേഹം കുലുങ്ങാതെ ലോകത്തോട് പറഞ്ഞു. ഗാസയിൽ ഉടൻ തന്നെ വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്ന് അദ്ദേഹം ഏറ്റവും ഒടുവിൽ പോലും ആവശ്യപ്പെട്ടു. ഇരു രാജ്യങ്ങളിലും കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നവർക്കൊപ്പമാണ് തൻ്റെ മനസ്സ് എന്ന് അദ്ദേഹം പറഞ്ഞു. മരണത്തിലും ലളിത സാന്ദ്രമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണാനന്തര ചടങ്ങുകളും ലളിതമായി തന്നെ നടത്തണമെന്ന് അദ്ദേഹം പറഞ്ഞു. മാർപ്പാപ്പമാരെ സംസ്കരിക്കുക സാധാരണ സൈപ്രസ്, ഓക്ക്, വാഗ എന്നിവ കൊണ്ടുള്ള 3 പെട്ടികളിലാണ്, അല്ലെങ്കിൽ ആ പെട്ടികൾ ഉപയോഗിച്ചാണ്. എന്നാൽ തനിക്ക് സാധാരണ തടിപ്പെട്ടി, സാധാരണക്കാർ ഉപയോഗിക്കുന്ന തടിപ്പെട്ടി മതിയെന്ന് അദ്ദേഹം നേരത്തെ തന്നെ നിർദ്ദേശം നൽകി. ദീർഘമായ പൊതുദർശനം, നീണ്ട അന്ത്യോപചാര ചടങ്ങുകൾ വേണ്ട എന്നും അദ്ദേഹം മരണത്തിന് മുമ്പ് തന്നെ നിർദ്ദേശിച്ചാണ് കടന്നു പോകുന്നത്. റോമിലെ സെൻറ്റ് മേരി മേജർ പള്ളിയിൽ അടക്കിയാൽ മതിയെന്ന് പോപ്പ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലാണ് മുൻ മാർപ്പാപ്പമാരെ അടക്കം ചെയ്തിട്ടുള്ളത്. ഇത് മരണത്തിലും അന്ത്യത്തിന് ശേഷമുള്ള ചടങ്ങുകളിലുമൊക്കെ അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തത കാണിച്ച ആളാണ് അദ്ദേഹം എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. ഹർഷൻ, ഇപ്പോൾ നമ്മൾ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരാൾ ഒരുപാട് പ്രായമായിട്ട് വാർദ്ധക്യ സഹജമായ രോഗങ്ങളാൽ സാധാരണ എന്ന പോലെ മരിച്ചു പോകുന്നു. പക്ഷേ നമുക്ക് വലിയ സങ്കടം തോന്നുന്നു, അല്ലേ? അതെ. അതിൽ ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാര്യം എടുത്താൽ അതിനു മുൻപ് ഇപ്പോൾ ജോൺ പോൾ രണ്ടാമൻ, അതിനുശേഷം ബെനഡിക്റ്റ് 16 ഒക്കെ വരുന്ന ഘട്ടത്തിൽ ഒരു ആഗോള സ്വീകാര്യത ഈ പോപ്പുമാർക്ക് ലഭിച്ചു എന്ന് നമുക്ക് കരുതാനാവില്ല. ഇപ്പോൾ അതിൽ പ്രധാനമായും ഇപ്പോൾ ജോൺ പോൾ രണ്ടാമനെയാണ് മലയാളിക്ക് നന്നായി പരിചയമുള്ളത്. കാരണം അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട്, അതുകൊണ്ട് നല്ല പരിചയവുമുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ചെറുപ്പത്തിലൊക്കെ എല്ലാ വീടുകളിലും ജോൺ പോൾ രണ്ടാമൻ്റെ ഒരു ചിത്രം വെച്ചിട്ടുണ്ടായിരുന്നു. ആ കാലത്ത് ഇങ്ങനെ വ്യാപകമായി പ്രചരിച്ചതാണ്. പക്ഷേ അതിനുശേഷം ഇങ്ങോട്ട് അത് അദ്ദേഹം ഇവിടെ സന്ദർശിച്ചത് കൊണ്ടാണ്. പക്ഷേ അതിനപ്പുറത്ത് നമുക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു മാർപ്പാപ്പ എന്ന് വെറുതെ നമുക്ക് തോന്നിയത് ഇദ്ദേഹത്തെയാണ്, ഫ്രാൻസിസ് മാർപ്പാപ്പയെയാണ്. അതിലൊരു കാര്യം, ഇപ്പോൾ ആദ്യത്തെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വളരെ കർക്കശക്കാരനായിരുന്നു. അദ്ദേഹം ഈ ശീതസമര കാലത്ത് കൃത്യമായി പൊളിറ്റിക്കൽ പൊസിഷൻ എടുത്ത് ഇടപെട്ടയാളൊക്കെയാണ്. ആ കാലത്ത് നമ്മൾ വായിച്ചിട്ടുള്ളത്, ഈ CNN ഒക്കെ ആ കാലത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ശീതയുദ്ധത്തിലെ ഒരു കുരിശേന്തിയ പോരാളിയായിരുന്നു ജോൺ പോൾ രണ്ടാമൻ എന്നാണ്. അതിനുശേഷം ബെനഡിക്റ്റ് 16 വന്നു. അദ്ദേഹം ആ പരമ്പരാഗത രീതികളിലൂന്നി യാഥാസ്ഥിതികമായി തന്നെ സഭയെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. പക്ഷേ ആ സമയത്തൊക്കെ സഭ ആഗോളതലത്തിൽ പൊതു സ്വീകാര്യത ഇല്ലാത്ത ഒരു പ്രത്യേക അവസ്ഥയിലായിരുന്നു. മൊത്തത്തിൽ കത്തോലിക്ക സഭയ്ക്ക് ആന്തരികമായ ഒരു കാലികമായ മാറ്റം ഉണ്ടാവുന്നില്ല എന്നൊക്കെയുള്ള വലിയ ചർച്ച നടക്കുമ്പോഴാണ് ഇദ്ദേഹം വരുന്നത്, ഫ്രാൻസിസ് മാർപ്പാപ്പ വരുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പ കത്തോലിക്ക സഭയ്ക്ക് ചെയ്തു കൊടുത്തത് അതിന് വലിയ സ്വീകാര്യത വീണ്ടും ആഗോളതലത്തിൽ നേടിക്കൊടുത്തു എന്നുള്ളതാണ്. പക്ഷെ അതേ സമയം സംഭവിച്ചത് സഭയ്ക്കുള്ളിൽ വലിയ ഭിന്ന സ്വരങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. സഭയ്ക്കുള്ളിൽ വലിയ എതിർപ്പ് മാർപ്പാപ്പയുടെ നിലപാടുകളോട് തന്നെ ഉണ്ടായിരുന്നു, ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിലപാടുകളോട് തന്നെ ഉണ്ടായിരുന്നു. പാരമ്പര്യത്തിൽ നിന്ന് മാറിയുള്ള സഞ്ചാരം, അദ്ദേഹത്തിൻ്റെ സഞ്ചാരം മാത്രമല്ല, അദ്ദേഹത്തിന് കാര്യം സഭ ഏതാണ്ട് 1950 മുതൽ പരിണാമ സിദ്ധാന്തത്തെയൊക്കെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഉൾക്കൊണ്ട് അവതരിപ്പിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ അതിനോട് അങ്ങേയറ്റം ഇപ്പോൾ ബിഗ് ബാങ് തിയറിയോടൊക്കെ അദ്ദേഹം സ്വീകരിച്ച വിശാലമായ സമീപനം, അദ്ദേഹം അത് വെച്ച് സത്യത്തിൽ സഭയെ ഒരു തരത്തിൽ രക്ഷിക്കുകയായിരുന്നു കേട്ടോ. കാരണം അതുകൊണ്ട് സഭയുടെ വിശ്വാസങ്ങളെ ഈ പുതിയ കാലത്തെ കണ്ടെത്തലുകളുമായി ചേർത്ത് വെച്ച് വ്യാഖ്യാനിക്കാനുള്ള ശ്രമമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ നടത്തിയത്. അദ്ദേഹത്തിൻ്റെ ഉദാരമായ മനുഷ്യസ്നേഹം എന്ന് പറയുന്നത് അത് എനിക്ക് തോന്നുന്നത് ഈ അടുത്ത കാലത്ത് ഏതെങ്കിലും ഒരു മത നേതാവിൽ നമുക്ക് ദർശിക്കാൻ പോകുന്നതിലും അപ്പുറമായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ വലിയ സ്വാധീനശേഷി, ഇപ്പോൾ ടൈം മാഗസിൻ പേഴ്സൺ ഓഫ് ദ ഇയർ ആയിട്ടൊക്കെ അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ സ്വാധീനശേഷി അത്രയ്ക്ക് വലുതായിരുന്നു എന്നതുകൂടി കൊണ്ടാണ്. കാരണം അദ്ദേഹം എന്തിലൂടെയാണ് ആ സ്വാധീനശേഷി ഉണ്ടാക്കിയത്? ഉദാരമായ മനുഷ്യസ്നേഹത്തിലൂടെ, ആളുകളെ ചേർത്ത് നിർത്തുന്നതിലൂടെ. അപ്പം എനിക്ക് ഏറ്റവും മനസ്സിൽ നിന്ന് മായാത്ത ഒരു ചിത്രമുണ്ട്. ഒരു മുസ്ലിം പുരോഹിതൻ, അല്ലെങ്കിൽ ഒരു മുസ്ലിം ആണെന്ന് വ്യക്തമായി തിരിച്ചറിയുന്ന തരത്തിൽ തൊപ്പി വെച്ച ഒരാളും ഒരു ജൂത പുരോഹിതനുമായി ഇവർ രണ്ടുപേരുടെയും തോളിൽ കൈവിട്ട് നിന്നിട്ടാണ് ഇദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ഫോട്ടോ മനസ്സിൽ നിന്ന് പോവില്ല ഈ കാലത്ത് പ്രത്യേകിച്ച്. കാരണം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അദ്ദേഹം അവസാനം സംസാരിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? ഗാസയെക്കുറിച്ചാണ്. ആ വാക്കുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് എനിക്ക് തോന്നുന്നു അതായത് കൂട്ടക്കൊലയാണ് നടക്കുന്നത്, യുദ്ധമല്ല നടക്കുന്നത്, കൂട്ടക്കൊലയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. ഇരു രാജ്യങ്ങളിലും വേദന അനുഭവിക്കുന്നവർക്കൊപ്പമാണ് എൻ്റെ മനസ്സ് എന്നും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അങ്ങനെ അതുകൊണ്ട് തന്നെ ഈ കാലത്തിന് ഏറ്റവും ആവശ്യമായിരുന്ന ഒരു വ്യക്തി എന്ന് അടയാളപ്പെടുത്തി തന്നെയാണ് അദ്ദേഹം പോകുന്നത്. അദ്ദേഹത്തിൻ്റെ ദൗത്യം തീർച്ചയായും നിർവഹിച്ചു.
അദ്ദേഹത്തിൻ്റെ യുദ്ധം നന്നായി ചെയ്തിട്ടാണ് അദ്ദേഹം മടങ്ങുന്നത്. അതെ. എനിക്ക് തോന്നുമ്പോഴേ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ അധികാരമുള്ള ഒരു ഒറ്റ മനുഷ്യനെ എടുത്താൽ അത് പോപ്പാണ് എന്നെനിക്കിപ്പം തോന്നും. കാരണം എന്താ വെച്ചാൽ നമ്മളെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 സെമിറ്റിക് മതങ്ങൾ, അല്ലെങ്കിൽ കൂടുതൽ ആളുകളുടെ മതങ്ങൾ, ആ മതങ്ങൾക്ക് ഒറ്റ അധികാരി എന്ന നിലയുള്ളത്, ഏതാണ്ട് ഒറ്റ അധികാരി എന്ന നിലയുള്ളത് ഈ പറയുന്ന ക്രിസ്ത്യാനിറ്റിക്ക് മാത്രമേ ഉള്ളൂ. പോപ്പ് വളരെ വലിയ ആൾക്കൂട്ടത്തിൻ്റെ ഒരു തലപ്പത്താണ്. 10,000-2000 കൊല്ലം പഴക്കമുള്ള, എഴുത്ത് ഹിസ്റ്ററി തന്നെ ഏതാണ്ട് അത്രത്തോളം ആയിരക്കണക്കിന് കൊല്ലങ്ങൾ പഴക്കമുള്ള ഒരു സംവിധാനത്തിൻ്റെ, കത്തോലിക്ക സഭയുടെ ഏറ്റവും തലപ്പത്തിരിക്കുക എന്ന് വെച്ചാൽ കത്തോലിക്ക സഭയ്ക്ക് 140 കോടി മനുഷ്യരുണ്ടല്ലോ ഈ കത്തോലിക്ക സഭയ്ക്ക് കീഴിൽ. ലോകത്തിൻ്റെ സകല മൂലയിലും കത്തോലിക്ക സഭയുടെ ആളുകളുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വാക്ക്, ഒരു കയ്യാങ്യം പോലും ഈ 140 കോടി കത്തോലിക്കരും അവർക്ക് പുറത്ത് നിൽക്കുന്നത്, ഇന്നിപ്പോൾ നമ്മൾ അനുസ്മരിക്കുന്ന കാണുന്ന മുസ്ലിങ്ങളും ഹിന്ദുക്കളും എല്ലാം അദ്ദേഹത്തെ അനുസ്മരിക്കുകയാണല്ലോ. അപ്പോൾ ഒരു ലോകത്ത് ഏറ്റവും കൂടുതൽ അധികാരമുള്ള ഒറ്റ മനുഷ്യൻ എന്ന നിലയിൽ നമ്മൾ നോക്കിയാൽ അത് മാർപ്പാപ്പമാരാണ് ഒരർത്ഥത്തിലെടുത്താൽ. പക്ഷേ ആ അധികാരത്തെ അവരെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ അദ്ദേഹം വിടവാങ്ങുമ്പോൾ നമ്മളെല്ലാവരും ചർച്ച ചെയ്യുന്ന കാര്യം എന്താണ്? അദ്ദേഹത്തിൻ്റെ ഇതര മതങ്ങളോടുള്ള, ഹർഷനിപ്പോൾ പറഞ്ഞു നിർത്തി, ഇതര മതങ്ങളോടുള്ള സാഹോദര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് നമ്മൾ ജീവിക്കുന്ന ഈ കാലം ഒരു തീവ്ര വലതുപക്ഷ കാലമാണ് എന്ന് പറഞ്ഞാൽ അത് തെറ്റാവുകയില്ലല്ലോ. കാരണം ഇതര മതത്തിൽപ്പെട്ട മനുഷ്യർ ഇതര മതത്തിലായതുകൊണ്ട് തന്നെ അവർ കുഴപ്പക്കാരാണ്, അവർ തീവ്രവാദികളും പ്രശ്നക്കാരുമാണ് എന്ന് മാത്രം വിചാരിക്കുന്ന, ഇപ്പം നമ്മുടേതുപോലുള്ള ലോകത്ത് പോലും മതം വ്യത്യസ്തമായതുകൊണ്ട് മാത്രം മറ്റേ മനുഷ്യൻ കുഴപ്പക്കാരനാണ് എന്ന് വിചാരിക്കുന്ന ആളുകളുടെ എണ്ണം കൂടി വരുന്നൊരു കാലത്ത് മതം പ്രശ്നമേ അല്ല, ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് എല്ലാവരും എന്ന വലിയ സാഹോദര്യത്തിൻ്റെ ഒരു സന്ദേശം വലിയ തോതിൽ കൈമാറിയ ആളാണ്. അത് അദ്ദേഹത്തിൻ്റെ അധികാരം 140 കോടി അല്ലെങ്കിൽ ലോകത്തെമ്പാടുമുള്ള മനുഷ്യർക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ അല്ലെങ്കിൽ മാർപ്പാപ്പ എന്ന് പറഞ്ഞാൽ ഉടൻ അദ്ദേഹത്തിൻ്റെ ഒരു വാക്കുകൊണ്ട് ചലനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന അധികാരത്തെ അദ്ദേഹം ഉപയോഗിച്ചത് മനുഷ്യർക്ക് ആകെയുള്ള നന്മയ്ക്കായിട്ടാണ് എന്നതാണ് അതിൽ ഏറ്റവും ഗംഭീരമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് ഈ നഷ്ടം എനിക്ക് തോന്നുന്നത് ക്രൈസ്തവരുടെയോ കത്തോലിക്ക സഭയുടെയോ മാത്രമല്ല എല്ലാ മനുഷ്യരുടെയുമാണ്. ഒരുപക്ഷെ ഇനി പിറക്കുന്ന മനുഷ്യരുടേത് പോലുമാണ് എന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായും. നമുക്കിപ്പോൾ കേരളത്തിൻ്റെ ഒരു സാഹചര്യം എടുത്താൽ 1-2 കാര്യം കൂടി പറഞ്ഞു പോകണമല്ലോ. കാരണം കേരളത്തിൽ ഏറ്റവും അധികം ക്രിസ്ത്യാനികളിൽ ഏറ്റവും അധികം മാർപ്പാപ്പയെ പിന്തുടരുന്നവരാണ്. അതായത് ഇപ്പോൾ ലത്തീൻ കത്തോലിക്കരായിക്കോട്ടെ, റോമൻ കത്തോലിക്കരുടെ വിവിധ വിഭാഗങ്ങളായിക്കോട്ടെ, അവരെല്ലാം മാർപ്പാപ്പയെ പിന്തുടരുന്നവരാണ്. അപ്പോൾ തന്നെ അതായത് എത്രത്തോളം സഭയ്ക്കുള്ളിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ആളുകളെ കുഴപ്പത്തിലാക്കിയിട്ടുണ്ട്. കാരണം അതുവരെ പിന്തുടർന്നു വന്ന ശൈലിയിൽ നിന്നെല്ലാം അദ്ദേഹം മാറിയിട്ടുണ്ടല്ലോ. അതുവരെ സഭ മുന്നോട്ട് വെച്ച സങ്കല്പങ്ങളിൽ നിന്നെല്ലാം അദ്ദേഹം മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനെ പുനർവ്യാഖ്യാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കേരളത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ള 1-2 പ്രശ്നങ്ങൾ ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് അധികം ഈ സമയത്ത് ചൂണ്ടിക്കാട്ടി പോകാൻ സാധ്യതയില്ലാത്തത് കൊണ്ട് ചിലത് പറയട്ടെ. ഇപ്പോൾ സ്ത്രീകളുടെ കാൽകഴുകൽ ശുശ്രൂഷ 2016 ഫ്രാൻസിസ് മാർപ്പാപ്പ അത് പ്രഖ്യാപിക്കുന്നത്. അദ്ദേഹം നടപ്പാക്കുകയാണ്. അദ്ദേഹം കാൽ കഴുകുന്നവരിൽ ഇതര മതസ്ഥരുണ്ട്, അതുകൂടിയാണ് ആലോചിക്കേണ്ടത്. അപ്പോൾ ആ കാൽകഴുകൽ ശുശ്രൂഷ നടത്താൻ കഴിയില്ല എന്ന് കേരളത്തിൽ നിന്ന് സിറോ മലബാർ സഭ, സിറോ മലങ്കര സഭകൾ വത്തിക്കാനെ അറിയിച്ചു. മാത്രമല്ല ഇവിടെ മറ്റൊരു തീരുമാനമെടുത്തുകൊണ്ട് അത് വേണ്ട, കാൽകഴുകൽ ശുശ്രൂഷ വേണ്ട എന്ന് തീരുമാനിച്ചു. അതുപോലെ ഈ സ്വർഗ്ഗ ദമ്പതികൾക്കുള്ള ആശീർവാദം എന്ന കാര്യം, അത് സഭ വളരെ വിപ്ലവകരമായ ഒരു നീക്കം എന്ന നിലയ്ക്ക് പൊതുസമൂഹം ലോകവും വിലയിരുത്തുമ്പോൾ അതിനെതിരെ സിറോ മലബാർ സഭ കൃത്യമായി രംഗത്ത് വരികയും പരസ്യമായി തന്നെ ആ കാര്യത്തിൽ നിലപാടെടുക്കുകയും ചെയ്തു. അതുപോലെ ലാറ്റിൻ മാസിൻ്റെ നിയന്ത്രണമായിക്കോട്ടെ, പിന്നീട് ഈ സിനഡാലിറ്റി ആയിക്കോട്ടെ, ഇങ്ങനെ ചില വിഷയങ്ങളെല്ലാം ഞാൻ പറഞ്ഞു വന്നത് കേരള സഭ തന്നെ അതിനെ നേരിട്ട് എതിർക്കുന്ന സ്ഥിതി ഉണ്ടായി. അതുകൊണ്ട് ഇനിയുള്ള പോപ്പിൻ്റെ തെരഞ്ഞെടുപ്പ് എന്നത് വളരെ നിർണായകമാണ്. അത് നമ്മൾ കാത്തിരിക്കേണ്ടതാണ്. പക്ഷേ ഏത് പോപ്പ് വന്നാലും ആരും മാർപ്പാപ്പയായിട്ട് വന്നാലും ഇദ്ദേഹം തെളിച്ചൊരു വഴിയുണ്ട്. ആ വഴിയെ വല്ലാതെ അത് ഒരു വെളിച്ചമായിട്ട് മുന്നിൽ നിൽക്കും. അത് എന്തായാലും ഒരു കാസ പോപ്പ് വരാതിരിക്കും. ഈ ലോകം തീപിടിച്ചൊരു കലാപത്തിരുവായി ചുരുങ്ങുമ്പോൾ ഫ്രാൻസിസ് പാപ്പ സ്നേഹത്തിൻ്റെ വിപ്ലവത്തിൽ വിശ്വസിച്ചു. ആ അർത്ഥത്തിൽ അദ്ദേഹം ക്രിസ്തുവെ പോലെ വിപ്ലവകാരിയാണ്. എല്ലാ മനുഷ്യരും ദൈവ പൈതലുകൾ എന്ന് അദ്ദേഹം കരുതി. ദീപ്തമായ സന്ദേശം ജീവിതം മുഴുവൻ മുറുകെ പിടിച്ചു. സ്ത്രീകളെ, വൃദ്ധരെ, ഭിന്നശേഷിക്കാരെ, ലൈംഗിക ന്യൂനപക്ഷങ്ങളെ, കറുത്ത വർഗ്ഗക്കാരെ, കുഞ്ഞുങ്ങളെ, അങ്ങനെ ബലവാന്മാരുടെ ലോകം അബലർ എന്ന് കരുതിപ്പോന്നവർക്കെല്ലാം ഫ്രാൻസിസ് പാപ്പ ബലമായി. നിഷേധിക്കുന്ന, നിരസിക്കുന്ന, ഒഴിവാക്കുന്ന ന്യായാധിപരാകാൻ നമുക്ക് എന്തവകാശം എന്ന് അദ്ദേഹം സഭയോടും സമൂഹത്തോടും ചോദിച്ചു. ദൈവം എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നുവെന്ന അജപാലക ദർശനത്തിന് സ്വന്തം പ്രവൃത്തികളിലൂടെ ഫ്രാൻസിസ് പാപ്പ വ്യാഖ്യാനം ചമച്ചു. ബൈബിൾ വചനം പറയും പോലെ അദ്ദേഹം നല്ല പോർപ്പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം അദ്ദേഹത്തിനായി കാത്തിരിക്കുന്നു. നന്ദി പിതാവേ, അങ്ങ് ഈ ലോകത്തെ കൂടുതൽ സുന്ദരമാക്കി. RDX ആ ഓർമ്മകൾക്ക് മുന്നിൽ ആദരവോടെ ശിരസ് കുനിക്കുന്നു. സമത്വത്തിനും സാഹോദര്യത്തിനുമായി പ്രവർത്തിക്കുന്നത് ദൈവവേലയെന്ന് കരുതിയ ദൈവദാസന് തുടർച്ചയുണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു.